الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുകയും ആ ചികിത്സ എത്രത്തോളം ഫലിക്കുമെന്നുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, വലൗ അഹ്സനൽ അബ്ദു അത്തദാവി ബിൽ ഫാത്തിഹ ലറആ ലഹാ തഅസീറൻ അജീബൻ ഫിശ്ശിഫാ. ആരെങ്കിലും ഒരാൾ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ അവന് വലിയ മാറ്റങ്ങൾ, വലിയ ശിഫ, വലിയ ശമനം അവന് കാണാൻ സാധിക്കും എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത്, അദ്ദേഹം മക്കയിൽ കുറച്ചു കാലം താമസിക്കുകയും ആ താമസിച്ച സന്ദർഭത്തിൽ ഡോക്ടറോ മരുന്നോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു അദ്ദേഹം ചികിത്സിച്ചിരുന്നത് എന്നാണ്. ആ ചികിത്സക്ക് വലിയ സ്വാധീനവും വലിയ മാറ്റവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി അതിൽ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് വല്ല രോഗവുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോടും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണമെന്നും അതിലൂടെ ശമനം പ്രതീക്ഷിക്കണമെന്നും ശമനം നൽകുന്നവൻ അല്ലാഹു ആണ് എന്നും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. എന്നാൽ ഇവിടെ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ചികിത്സകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ചികിത്സ കൃത്യമായി ഫലിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തേത്, ചികിത്സിക്കുന്ന വ്യക്തിയുടെ, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്ഥിതി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില ആളുകളെങ്കിലും ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം, എന്താണോ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ന നിലക്ക് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെയുള്ള രൂപത്തിലാണ് നമ്മൾ ചികിത്സക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അതിൽ ശമനം ലഭിക്കുകയില്ല എന്നാണ്. മറിച്ച് നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി ഇതിൽ ശമനം ലഭിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയിട്ടാണ് ചികിത്സക്ക് പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തേത്, അവൻ്റെ ഹൃദയം, ചികിത്സിക്കുന്ന ആളുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം എന്നാണ്. ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം ചികിത്സിക്കേണ്ടത്. മൂന്നാമത്തേത്, ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ നീങ്ങണം. ആ തടസ്സങ്ങൾ നീങ്ങുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ ചികിത്സക്ക് ഫലം ലഭിക്കുക എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ജീവിതത്തിൽ പ്രാർത്ഥന എന്നത് ഏറെ ഉപകാരമുള്ളതും നമുക്ക് എന്താണോ ആവശ്യം അത് നേടിത്തരാൻ സാധിക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ അത് തടുക്കുവാനും പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സൂചിപ്പിക്കുന്നത്, ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണ് കാരണമായി തീരുന്നത് എന്ന്. അതിലൊന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇമ്മാ ലിളഅഫിഹി ഫീ നഫ്സിഹി ബിഅൻ യകൂന ദുആഉൻ ലാ യുഹിബ്ബുഹു അല്ലാഹു ലിമാ ഫീഹി മിനൽ ഉദ്വാൻ. ഒന്നാമത്തേത്, ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുന്നത് മറ്റൊരാൾക്ക് ഷർറ് ലഭിക്കാൻ വേണ്ടി, മറ്റൊരാളുടെ ജീവിതത്തിൽ താഴ്ചയുണ്ടാകാൻ വേണ്ടി, മറ്റൊരാളോട് ശത്രുതയെന്നോണം മറ്റൊരാൾക്കെതിരെ പ്രാർത്ഥിക്കുക. അത്തരം പ്രാർത്ഥനകൾ അല്ലാഹു ഇഷ്ടപ്പെടാത്തതും അത് സ്വീകരിക്കപ്പെടാത്തതുമാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പല ആളുകളും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടാകും, പക്ഷേ ഒരു വ്യായാമം എന്നോണം എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥന വീണ്ടും ഉരുവിടുന്നു എന്നതല്ലാതെ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ആശയം മനസ്സിലാക്കി, ഞാൻ ആരോടാണോ തേടുന്നത്, അള്ളാഹുവിനോടാണ് ഞാൻ തേടുന്നത്, ആ തേടുന്ന സന്ദർഭത്തിൽ എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ആ പ്രാർത്ഥനയുടെ ആശയം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറയണം എന്നതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. തടസ്സങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഹറാമ് ഭക്ഷിക്കുക, ആക്രമിക്കുക, ഹൃദയത്തിൽ ഒരുപാട് പാപക്കറ
കഫാറകൾ ബാക്കിയാവുക, അശ്രദ്ധയിൽ ജീവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനെ തൊട്ട് തടസ്സം സൃഷ്ടിക്കുന്ന. അതുകൊണ്ട് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി 100% റബ്ബ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന ഉറപ്പോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അതല്ലാതെ പ്രാർത്ഥിച്ചു നോക്കാം, റബ്ബ് നൽകുകയാണെങ്കിൽ നൽകട്ടെ എന്ന ഒരു 50-50 നിന്നുകൊണ്ടല്ല നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അല്ലാഹുവിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അല്ലാഹു ഹൃദയ സാന്നിധ്യമില്ലാത്ത അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അശ്രദ്ധ വന്നു ചേരാതെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അല്ലാഹു എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന നിയത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമത്തേത്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. തടസ്സങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഹറാമു ഭക്ഷിക്കുക എന്നതാണ് അതിൽ ഉൾപ്പെടുന്ന വളരെ ഗൗരവമുള്ള വിഷയം. ഹറാമു ഭക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനെ തൊട്ട് അത് തടസ്സം സൃഷ്ടിക്കുന്ന. അതുകൊണ്ടായിരുന്നു മുൻഗാമികളായ സലഫുകൾ അവർ ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ അവരോട് പറയുന്ന, നിങ്ങൾ ഹറാമിൻ്റെ ഭക്ഷണം, ഹറാമിൻ്റെ സമ്പാദ്യം നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരേണ്ടതില്ല, ഞങ്ങൾ പട്ടിണി കിടന്നാലും പ്രശ്നമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഹറാമിൻ്റെ ഒരു തുണ്ട് പോലും നിങ്ങൾ സമ്പാദിക്കേണ്ടതില്ല എന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ കാലത്ത് പ്രത്യേകിച്ചും കച്ചവടങ്ങളൊക്കെ, പുതിയ കച്ചവടങ്ങളൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നും ഇസ്ലാമികപരമായ അതിൻ്റെ മാനം എന്താണ് എന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം അത്തരം കച്ചവടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്ന്. അല്ല എങ്കിൽ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു ത്വയ്യിബായത് നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീന, റസൂലുമാരോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് അല്ലാഹു നിങ്ങളോടും കൽപ്പിക്കുന്നു, ജനങ്ങളോടും കൽപ്പിക്കുന്നു. കുലു മിൻ ത്വയ്യിബാതി കുലു മിനത് ത്വയ്യിബാതി വഅമലു സാലിഹാ, പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഓ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് അല്ലാഹു കൃത്യമായി അറിയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുലു മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നമ്മൾ നിങ്ങൾക്ക് റിസ്ഖായി നൽകിയ ത്വയ്യിബിൽ നിന്ന്, ഹലാലായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചത് അതേ കൽപ്പനയാണ് ജനങ്ങളോടും കൽപ്പിക്കുന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ثم ذكر الرجل يطيل السفر أشعث أغبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب لذلك. എന്നിട്ട് ആ അടിമയെ കുറിച്ച് പറയാം. ഒരു അടിമ, അവൻ യാത്രക്കാരനാണ്, ക്ഷീണിതനായിട്ടുണ്ട്, അവൻ്റെ മുടി ജട കുത്തിയിട്ടുണ്ട്, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാത്രയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ
കാരണമെന്നത് യാത്രക്കാരനാവുക എന്നാണ്. രണ്ടാമത്തേത്, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാ റബ്ബി യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തേത്, കൈകൾ ഉയർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടില്ല. അതിന് ഹദീസിൽ കാരണം പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ പാനീയം ഹറാമാണ്. മൂന്ന്, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. നാല്, അദ്ദേഹം ഊട്ടപ്പെട്ടത് തന്നെ, അദ്ദേഹത്തിന് ലഭിച്ച സമ്പത്തും മറ്റുമെല്ലാം ആ സമ്പത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്, അത് തന്നെ ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു ഓഹരിയാണ് നമ്മുടെ സമ്പത്തിലേക്ക് ഹറാമ് കടന്നു വരുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം അത് അള്ളാഹുവിലേക്ക് എത്താത്ത ഒരവസ്ഥ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്, അസ്വാബ ബനി ഇസ്രാഈല ബലാഉൻ, ബനു ഇസ്രായേലുകാർക്ക് വലിയ പരീക്ഷണം നേരിട്ടു. ഫഖറജു മഖ്റജൻ ഫഔഹ അല്ലാഹു അസ്സ വജല്ല ഇലാ നബിയിഹിം അൻ അഖ്ബറഹും തഖ്റുജൂന ഇല സ്വഈദി ബിഅബ്ദാനിൻ നജിസ. അവർക്ക് വലിയ പരീക്ഷണം ബാധിച്ചു. പരീക്ഷണത്തിന് കരകയറാൻ വേണ്ടി അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ ബനു ഇസ്രായേലുകാർക്ക് ഇറക്കപ്പെട്ട പ്രവാചകന് അള്ളാഹു വഹി ഇറക്കി കൊടുക്കുകയാണ്. വഹി ഇറക്കി കൊടുത്തിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തു വന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് രൂപത്തിലാണ്? ബി അബ്ദാനി നജിസ, നിങ്ങളുടെ ശരീരം നജസാണ് എന്ന, നിങ്ങളുടെ ശരീരത്തിന് നജസ് ബാധിച്ചിട്ടുണ്ട്. വതർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖത്കും ബിഹാ അദ്ദിമാ വമലഅതും ബിഹാ ബുയൂതകും മിനൽ ഹറാം, നിങ്ങളുടെ വീടുകൾ ഹറാം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൈകൾ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, തിന്മകൾ ചെയ്ത കൈകളാണ് നിങ്ങളുടെ കൈകൾ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു എന്ന്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിന് എത്രത്തോളം ഉപ്പ് ആവശ്യമാണോ ആ രൂപത്തിലെങ്കിലും ജീവിതത്തിൽ നന്മകൾ കുറച്ചെങ്കിലും ബാക്കിയായി കഴിഞ്ഞാൽ മാത്രമാണ് പ്രാർത്ഥന സ്വീകരിക്കുക എന്ന്. അതുകൊണ്ട് ഹറാമുകൾ ഭക്ഷിക്കാതെ ഉറപ്പോടുകൂടി എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.